എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സാൻസ്ക്രിറ്റിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ക്ലാസ് 10 ചാപ്റ്റർ 1 ആദ്യത്തെ ശ്ലോകമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഘനഘോര സുന്ദരം ബന്ധുരം കാനനം ഖഗമൃഗാദീനാം തു സുഖ നിശാന്തം നവപല്ലവാഠ്യം ച കുസുമ സമ്പന്നകം പരിതോ മഹീധരം ഭോ ചഗാസ്തി. ഒന്നും കൂടി വായിക്കാം. ഘനഘോര സുന്ദരം ബന്ധുരം കാനനം ഖഗമൃഗാദീനാം തു സുഖനിശാന്തം നവപല്ലവാഠ്യം ച കുസുമസമ്പന്നകം പരിതോ മഹീധരം ഭോ ചഗാസ്തി. പദത്തിൻ്റെ അർത്ഥം നോക്കാം. ഘനം എന്ന് പറഞ്ഞാൽ ഇടതൂർന്നത്, ഘോരം എന്ന് പറഞ്ഞാൽ ഭയാനകം, സുന്ദരം എന്ന് പറയുന്നത് സുന്ദരമായത്, ബന്ധുരം മനോഹരം, കാനനം കാട്, ഖഗഃ പക്ഷി, നിശാന്തം വാസസ്ഥാനം, നവപല്ലവം പുതിയ തളിർ, ആഠ്യം ശോഭിക്കുന്ന, സമ്പന്നകം സമ്പന്നകം സമൃദ്ധമായത്, പരിതഃ ചുറ്റും, മഹീധരഃ പർവ്വതം, ചഗാസ്തി ശോഭിക്കുന്നു. അപ്പോൾ ശോഭിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന 2 വാക്കുകളാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിച്ചത്. ആഠ്യം ചഗാസ്തി. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. പരിതോ മഹീധരം. പരിതഃ മഹീധരം ആണ്. പരിതോ മഹീധരം. ഇനി വിഗ്രഹം നമുക്ക് നോക്കാം. ഘനഘോര സുന്ദരം. എങ്ങനെയാ വാക്ക് വിഗ്രഹിക്കുക? ഘനം ച ഘോരം ച സുന്ദരം ച. അതാണ് ഘനഘോര സുന്ദരം. ഖഗമൃഗാദീനാം. ഖഗാഃ ച മൃഗാഃ ച ഖഗമൃഗാഃ. തേ ആദയഃ തേഷാം. സുഖ നിശാന്തം. സുഖം ച തത് നിശാന്തം ച സുഖ നിശാന്തം. നവപല്ലവാഠ്യം. നവം തത് പല്ലവം ച തൈഃ ആഠ്യം. കുസുമസമ്പന്നകം. കുസുമൈഃ സമ്പന്നം കുസുമസമ്പന്നം തദേവ കുസുമസമ്പന്നകം. ഇനി നമുക്ക് അതിൻ്റെ അന്വയം നോക്കാം. ഘനഘോര സുന്ദരം ബന്ധുരം ഖഗമൃഗാദീനാം തു സുഖനിശാന്തം നവപല്ലവാഠ്യം കുസുമസമ്പന്നകം ച കാനനം മഹീധരം പരിതഃ ഭോ ചഗാസ്തി. ഇനി അതിൻ്റെ അർത്ഥം നോക്കാം. ഇടതൂർന്നതും ഭയാനകവുമായ, മനോഹരവും നിമ്നോ ഉന്നതവും എന്ന് വെച്ചാൽ നിമ്നോ ഉന്നതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നതും താഴ്ന്നതുമായ പക്ഷിമൃഗാദികളുടെ സുഗമമായ അല്ലെങ്കിൽ സുഖമായ വാസസ്ഥാനവും പുതിയ തളിരുകളെ കൊണ്ട് ശോഭിക്കുന്നതും പൂക്കളെ കൊണ്ട് സമൃദ്ധവുമായ കാനനം പർവ്വതത്തിന് ചുറ്റും ശോഭിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം വരിക. ഇനി ഇതിൽ കുറച്ച് പര്യായ പദങ്ങളുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഖഗഃ. ഖഗഃ പര്യായം എന്തൊക്കെയാണ്? പക്ഷി, ദ്വിജഃ, പദത്രി, നീഡജഃ. കുസുമം പര്യായം സുമം, സൂനം, പുഷ്പം. മഹീധരഃ പര്യായം പർവ്വതഃ, ഭൂധരഃ, അജലഃ, ഗിരിഃ. കാനനം പര്യായം വനം, വിപിനം, അരണ്യം. അപ്പം ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ശ്ലോകം. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം എടുക്കാം.
അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവാം. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846 770 380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.